ഈ ഉള്ളി അരിയുന്നൊരു വലിയ ടാസ്ക് അല്ലേ? കണ്ണിൽ വെള്ളം വരാതെ എങ്ങനെ ഉള്ളി അരിയുന്നത്? ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ഇത് പകുതിയായിട്ട് സ്റ്റാർട്ട് ആയതാണ്. ബിക്കോസ് ഉച്ചവരെ ഞാൻ ഉറങ്ങിയായിരുന്നു. ഇന്നലെ ലേറ്റായിരുന്നു ഉറങ്ങുമ്പോൾ. ഇവർക്ക് ഡ്യൂട്ടി എന്തൊക്കെയോ പുറത്ത് പോകാനുണ്ടായിരുന്നു. സോ അങ്ങനെ 3 o'clock ആയി ഉറങ്ങുമ്പോൾ. അങ്ങനെ രാവിലെ എണിച്ചിട്ട് അവരെ ഡ്യൂട്ടി കഴിച്ചിട്ട് ഞാൻ വീണ്ടും ഉറങ്ങി. ഉച്ചയ്ക്ക് എണിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇന്നലത്തെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ അത് കഴിച്ചിട്ട് ഇപ്പം വീണ്ടും ഈവനിങ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. സോ അതൊക്കെ കിച്ചണിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഹാഫ് ഡേ ഇൻ മൈ ലൈഫായി. ഒബ്വിയസ്ലി അൺഎംപ്ലോയിഡ് അല്ലേ, വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ എന്താ വേണമെങ്കിൽ നടക്കാം. അങ്ങനെ ഇന്ന് ഈ ഓറഞ്ച് കളർ പരിപ്പ് വെച്ചിട്ട് മഞ്ഞ കളർ ദാൽ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് അറിയാൻ വയ്യ. സോ ആദ്യമായിട്ട് നമുക്ക് ദാൽ കഴുകിയെടുക്കാം. അതായി കഴിഞ്ഞാൽ കുറച്ച് സോയാബീൻ ഇരിക്കുന്നു. സോയാബീൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ദിവസമായി സോയാബീൻ കഴിക്കാത്ത. സോ ഇതൊന്ന് ഫിനിഷ് ആക്കട്ടെ. ഞാൻ കഴുകി സോ ദാൽ ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോയാബീന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കുക. സോ സോയാബീൻ ഫ്രൈ മാതിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഉള്ളി അരിയുന്നൊരു വലിയ ടാസ്ക് അല്ലേ? കണ്ണിൽ വെള്ളം വരാതെ എങ്ങനെ ഉള്ളി അരിയുന്നത്? അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈയും റെഡിയായി. ഇന്നൊരു സൈഡിൽ ഓറഞ്ച് കളർ പരിപ്പ് വെച്ചിട്ട് മഞ്ഞ കളർ ദാൽ റെഡിയായി. എന്തോ അറിയില്ല, ഇന്ന് ഉണ്ടാക്കിയത് കുറച്ച് ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ക്ലീനിങ് പ്രോസസ്സ്, മൊത്തത്തിൽ കിച്ചണൊന്ന് ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് സെറ്റാക്കി വയ്ക്കാൻ. ഇത് എനിക്ക് മാത്രമാണോ അല്ല ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടോ അറിയാൻ വയ്യ. എനിക്കെന്നാൽ കിച്ചണിൽ റെഡിയാക്കി കഴിഞ്ഞാൽ അത് മൊത്തത്തിലൊരു കറക്റ്റായിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാ സാധനങ്ങളും കഴുകിയിട്ട് എവിടെ വെക്കണം അവിടെ വെച്ചിട്ട് പിന്നെയാണ് എനിക്ക് ഒരു സമാധാനം. അതൊരു സമാധാനത്താണ് എനിക്ക് ക്ലീനായിട്ടിരിക്കുന്ന കിച്ചൺ കാണുമ്പോൾ. അതൊക്കെ ഓൾമോസ്റ്റ് എവറി ടൈം ഞാനേ കിച്ചണിക്ക് കയറി എന്തായാലും ചെയ്യാൻ ട്രൈ ചെയ്യും മാക്സിമമായിട്ട്. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡിനെ വിട്ട് കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ അവിടെ കുളവാക്കി വെക്കും. സോ എനിക്ക് ഡബിൾ ജോലിയാണ്. സോ ഓൾമോസ്റ്റ് ഞാനേ ഇതെന്തായാലും ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ക്ലീനൊന്നുമല്ല. ആയിരിക്കും എൻ്റെ വീട്ടിൽ കമ്പയർ ചെയ്തെങ്കിൽ ഞാനാണ് ക്ലീൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ. സോ ഇന്നത്തെ കുറച്ച് കിച്ചൺ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.